ഹലോ, ഇന്ന് ഓഗസ്റ്റ് 28-ാം തീയതി നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം മൂവി റിലീസായ ദിവസമാണ്. ഞാൻ മൂവി കണ്ടു. എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ മൂവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിവ്യൂ ആയിട്ട് വന്നത്. ആ മൂവിക്ക് പറ്റുന്ന ഒരു പേരാണ് കേട്ടോ, നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേരാണ് ഹൃദയപൂർവ്വം. ലാലേട്ടൻ തന്നെയാണ് ആ നെയിം സജസ്റ്റ് ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മൂവി ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സിമ്പിൾ യെറ്റ് വെരി ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു ഭയങ്കര മാസ്സായിട്ടുള്ളൊരു മൂവിയല്ല. നമ്മൾ വിചാരിച്ച പോലെ, ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്ന കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും മൂവിയിൽ നിന്നാണ്. അങ്ങനെയൊന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു മൂവിയാണ്. മൂവി തിയേറ്ററിൽ പോയി വാച്ച് ചെയ്തതിൽ ആരും അയ്യ അത് മോശമായിരുന്നു അങ്ങനെ പറയില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. നല്ല മൂവിയാണ് കേട്ടോ. ഒത്തിരി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ലൗഡായിട്ടുള്ള മൂവിയല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഈ മൂവി നിങ്ങൾ കാണണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം മോഹൻലാൽ എന്ന ആക്ടർ അഭിനയിച്ചത് കൊണ്ടാണ്. ഈ മൂവിയിൽ വേറെ ഏതെങ്കിലും ആക്ടറാണ് അഭിനയിച്ചിരുന്നതെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഈ മൂവി. ലാലേട്ടൻ്റെ അഭിനയം ഒരു രക്ഷയില്ല, ഭയങ്കര സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ലാലേട്ടനുണ്ട് ആ മൂവിയിൽ. അതുപോലെ നമ്മൾ ഒത്തിരി എന്താ പറയുക ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നതാണ് മോഹൻലാൽ ആൻഡ് സംഗീതിൻ്റെ കോംബോ. അത് ഭയങ്കര മനോഹരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഓവറാക്കിയിട്ടില്ല ആരും, അതിൽ ഓരോ ആക്ടേഴ്സും ഓവറാക്കി ഒന്നും ചെയ്തിട്ടില്ല. വളരെ പ്ലെയിനായിട്ട് അഭിനയിച്ച് പോന്നിട്ടേ ഉള്ളൂ. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആരോ എവിടെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്, മമ്മൂക്ക അഭിനയിക്കുന്ന സമയത്ത്, അതായത് മമ്മൂക്ക കരയുന്ന സീനുകളിൽ ആ കരച്ചിൽ കാണുമ്പോൾ കാണുന്നവരുടെ കണ്ണിൽ നിന്നും വെള്ളം വരുമെന്ന് അങ്ങനെ ആരോ എവിടെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചിരുന്നു, ഓക്കെ ശരിയാണ്. എനിക്ക് തോന്നുന്നു കരയുന്ന സീനുകളിലൊക്കെ മമ്മൂട്ടിയാണ് കുറച്ചും കൂടെ എന്താ പറയുക, ആൾക്കാരത് കാണുമ്പോൾ കരയുന്നുണ്ട്. മോഹൻലാൽ ഒരു പടി താഴെയാണോ എന്നൊരു ഡൗട്ട് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ മൂവി കണ്ടപ്പോൾ ആ ഡൗട്ട് എനിക്ക് മാറി. കാരണം ഇതിൽ എവിടെയൊക്കെ ലാലേട്ടൻ്റെ കണ്ണ് നിറയുന്നുണ്ടോ, തിയേറ്ററിലിരുന്ന് എൻ്റെ കണ്ണും ആ സമയത്തൊക്കെ നിറയുന്നുണ്ടായിരുന്നു. ഇതിൽ ലാലേട്ടൻ ഒരു പബ്ലിക് സ്പീച്ച് നടത്തുന്നുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ എന്താ പറയുക, ഞാൻ ഒത്തിരി ഇമോഷണലായി. പുള്ളി പറയുന്ന കാര്യങ്ങൾ, പുള്ളിയുടെ ചൈൽഡ്ഹുഡിനെ പറ്റി പറയുന്ന കാര്യങ്ങളും ഇപ്പോൾ പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി പറയുന്നത് ഭയങ്കര ഇമോഷണലിയാണ് ലാലേട്ടൻ അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മൂവി ടോട്ടലി ഒരു ഭയങ്കര ഇമോഷണൽ മൂവിയൊന്നുമല്ല. അതിൽ ചെറിയ ചെറിയ സീക്വൻസസ് നമുക്ക് ഒത്തിരി എന്താ പറയുക, ഒത്തിരി ഇമോഷണൽ ആക്കുന്നുണ്ട്. ഇതിലെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ അവർ വെച്ചിട്ടുള്ളത്. ഒരുപാട് ആക്ട്രസിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. മാളവികേനെ പറ്റി പറയുകയാണെങ്കിൽ മാളവിക വളരെ നന്നായിട്ട് നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് ബാക്കിയുള്ളവരെല്ലാവരും, സിദ്ദിഖിൻ്റെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. സ്റ്റാർട്ടിങ് തന്നെ സിദ്ദിഖിൻ്റെയാണ് കുറച്ച് വരുന്നത്. അത് കണ്ടിട്ട് ഞാൻ എന്താ പറയുക, തിയേറ്ററിൽ ഒത്തിരി പേര് ചിരിക്കുന്നത് കേട്ടായിരുന്നു കേട്ടോ. പിന്നെ കോമഡി ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒത്തിരി ഹ്യൂമറായിട്ടുള്ള സംഭവങ്ങളൊന്നും ആ മൂവിയിലില്ല. പക്ഷെ എന്നാലും വളരെ നാച്ചുറലായിട്ട് അവർ സംസാരിക്കുമ്പോൾ, അതിൽ ആക്ടേഴ്സ് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങൾ വളരെ നാച്ചുറലി തന്നെ അതൊരു എന്താ പറയുക, ഒരു തമാശ രീതിയിൽ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളും ചിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഹ്യൂമറായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ടോ അങ്ങനെയുള്ളൊരു മൂവിയല്ല. ഭയങ്കര സിമ്പിളായിട്ട് പോകുന്നൊരു മൂവിയാണ്. പിന്നീട് പറയേണ്ട കാര്യം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ എല്ലാ പാട്ടുകളും അത്ര ഒരു ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. സിദ്ധ ശ്രീറാം പാടിയ ഒരു പാട്ടുണ്ടല്ലോ, വെൺമതി എന്ന് പറയുന്നത്, അത് ഇപ്പോൾ എന്താ പറയുക ട്രെൻഡിങ് ആണ്. ആ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. അതിൽ മാളവികയുടെ ഒരു എൻഗേജ്മെൻറ്റ് സീക്വൻസിൽ വരുന്ന പാട്ട് ഞാൻ ഒത്തിരി ഭയങ്കര നല്ലതായിരിക്കും. കാരണം ഇനി വരുന്ന ഓരോ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കല്യാണങ്ങൾക്കോ അങ്ങനെയൊക്കെ ആ പാട്ടൊക്കെ എടുത്ത ആൾക്കാർ കളിക്കും എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു എന്താ പറയുക ഒരു തോട്ടിലായിരുന്നു. പക്ഷേ അത് അത്ര പോരാ, എനിക്ക് ആ പാട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ എന്ന് പറയുമ്പോൾ എനിക്ക് രസതന്ത്രം മൂവി അതിൻ്റെ ഒന്നും അങ്ങനത്തെ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല ഈ മൂവിക്ക്. പക്ഷേ ഭയങ്കര പ്ലെയിനാണ്, സ്റ്റിൽ നമുക്ക് കാണാം. ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു മൂവിയാണ്. ഞാൻ ഇതിന് മുന്നേ ട്രെയിലറിൻ്റെ റിയാക്ഷൻ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എന്നും എപ്പോഴും എന്നുള്ള മൂവിയിൽ, അതായത് മഞ്ജു വാര്യർ സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ വരുന്ന മൂവി ഏകദേശം അതുപോലെ തന്നെയാണ് ഈ മൂവി ഉള്ളത്. വളരെ സിമ്പിളായിട്ട് വളരെ സോഫ്റ്റായിട്ട് പോകുന്ന ഒരു മൂവിയാണ്. മൂവി
ഒരു 2.5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. ചില സമയങ്ങളിൽ നമുക്കത് കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മൂവി. അവർക്ക് കുറച്ചും കൂടി ഒരു 2 മണിക്കൂറിൽ വേണമെങ്കിൽ അത് ചുരുക്കാമായിരുന്നു, കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തേനെ. പക്ഷേ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. സ്റ്റിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചില സ്ഥലങ്ങളിൽ ഭയങ്കര സ്ലോ ആണ്. അതുപോലെ ലാലു അലക്സിൻ്റെ ക്യാരക്ടർ, അത് ആക്ച്വലി ആ മൂവിയിൽ വേണമായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മോഹൻലാൽ ആൻഡ് ലാലു അലക്സിൻ്റെ ആ ഒരു കോംബോ ഒരു കോമഡി ഫാക്ടറിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ബട്ട് വിചാരിച്ച അത്ര ഒരു കോമഡി അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല. ഒരു 1 ടൈം തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം സംഗീത് ആൻഡ് മോഹൻലാലിൻ്റെ കോംബോ ആണ്. അവരുടെ കോംബോ നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കുറച്ചും കൂടെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ത്രൂ ഔട്ട് സംഗീതം ഉണ്ടാവും, ലൈക്ക് എല്ലാ സീനിലും മോഹൻലാലിൻ്റെ കൂടെ തന്നെ സംഗീതം ഉണ്ടാവും, അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. എനിക്കൊന്ന് കൂടുതലും മാളവികയാണ് എന്താ പറയുക, സംഗീതത്തിനേക്കാളും കൂടുതൽ ആ മൂവിയിലുള്ളതെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ അതിൽ സംഗീത് വളരെ നാച്ചുറലായിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഒട്ടും ഓവറാക്കിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് യങ്സ്റ്റേഴ്സിൽ ഇത്രയും ഭംഗിയായിട്ട് അഭിനയിക്കാൻ അറിയുന്ന കുറേ ആക്ടേഴ്സ് ഉള്ളത് തന്നെ വളരെ നല്ല കാര്യമാണ്. കൂടാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ട് എന്താ പറയുക വീഡിയോസൊക്കെ ചെയ്യുന്ന കുറേ പയ്യന്മാരുണ്ട്. അവരൊക്കെ ഈ മൂവീസിലുണ്ട് കേട്ടോ. അവരും ഭയങ്കര സിമ്പിളായിട്ട് പക്ഷേ നല്ല രീതിയിൽ അതിനകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ സസ്പെൻസ് ഫാക്ടേഴ്സ്, അതായത് ഞാൻ പറഞ്ഞിരുന്നു ട്രെയിലർ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഇതിൽ മീര ജാസ്മിൻ ഉണ്ട്, പിന്നെ ബേസിൽ ജോസഫ് ഉണ്ട്, കൂടാതെ അൽതാഫ് സലീമും ഉണ്ട് കേട്ടോ. ഇവരുടെ ഓരോരോ സീനിലുള്ളൂ എല്ലാവരും. ബട്ട് കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ആശീർവാദിൻ്റെ മൂവിയാണ്, ലാലേട്ടൻ്റെ മൂവിയാണ്. ഇതിൽ നമ്മുടെ ആൻ്റണി ചേട്ടൻ ഇല്ലാതെ എന്ത് പരിപാടി? നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരുണ്ട് ഇതിനകത്ത്. എനിക്ക് ആൻ്റണി ചേട്ടൻ വരുന്ന സീനുകളൊക്കെ വരുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷമാണ്. കാരണം പുള്ളി ഏത് സിനിമയിൽ വന്നാലും അത് ഹിറ്റാവും എന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരു തോട്ടുണ്ടല്ലോ. സോ ഈ മൂവിയും ഹിറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ലൗഡ് മൂവി അല്ല ഇത്. വളരെ സോഫ്റ്റാണ്, ഫാമിലി പോയി കാണാൻ പറ്റുന്ന മൂവിയാണ്. ഓണം വെക്കേഷനാണ്, കുട്ടികളുടെ കൂടെ അച്ഛനമ്മമാർക്ക് പോയി തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന മൂവിയാണ്. ചില സീനുകളൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ഫീൽ ചെയ്യും. നല്ല മൂവിയാണ് കേട്ടോ. ഞാൻ പിന്നെ എടുത്ത് പറയാണ്, ഈ മൂവി ആക്ച്വലി ഇതിൽ വേറെ ഏതെങ്കിലും ആക്ടേഴ്സാണ് അഭിനയിച്ചിരുന്നതെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ലായിരുന്നു. ഇതിൽ ലാലേട്ടൻ അഭിനയിച്ചത് കൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ മോഹൻലാൽ അല്ലാതെ വേറൊരാൾ വന്നിരുന്നെങ്കിൽ ഈ മൂവി ചിലപ്പോൾ ഒരു ഹിറ്റിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഒത്തിരി പേര് കാണാൻ പോകാനോ അതിന് ചാൻസ് കുറവാണ്. കാരണം ആ സ്റ്റോറി ഭയങ്കര സിമ്പിളാണ്. അതിൽ ഈ ലാലേട്ടൻ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ മൂവി കുറച്ച് എന്താ പറയുക ഒരു അടിപൊളി സംഭവമായിട്ട് ഫീൽ ചെയ്തത്. തുടരും മൂവിക്ക് ശേഷം ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന മൂവിയാണ് കേട്ടോ ഇത്. തുടരും മൂവിയിലെ ലാലേട്ടൻ, അത് വേറെ ലാലേട്ടൻ. ഇത് ഭയങ്കര ക്യൂട്ട് ആൻഡ് ഇന്നസെൻ്റ് ആയിട്ടുള്ള ലാലേട്ടൻ. ഇതിൽ ലാലേട്ടന് മാളവിക ഉമ്മ കൊടുക്കുന്നൊരു സീനുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഈ മനുഷ്യനെ എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. അത്ര ക്യൂട്ടാണ് പുള്ളിയുടെ എക്സ്പ്രഷൻ. ലാലേട്ടന് വേണ്ടി നമുക്ക് ഈ മൂവി കാണാം. ആക്ച്വലി ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല ഒരു ഫാമിലി പടമാണ്. സത്യനന്ദിക്കാടിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ സ്റ്റോറി ഡെപ്ത്ത് അത്രയില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള മൂവിയാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തിയേറ്ററിൽ പോയി മൂവി കണ്ടാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും പോയി ലാലേട്ടൻ്റെ മൂവി കാണണം. ഓക്കെ, ഇനി പുതിയ മൂവീസിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഇനി വരാം. സോ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സോ ഇനിയും കാണാം. അതുവരെ ടാറ്റ ബൈ.